KPCC പുതിയ തലങ്ങളിലേക്ക് മാറുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആഞ്ഞുപിടിക്കാൻ തന്നെയാണ് തീരുമാനം. ഇപ്പോൾ ഇതാ KPCCക്ക് വീണ്ടും ജംബോ കമ്മിറ്റി വരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. 80 സെക്രട്ടറിമാരെ നിയമിക്കും എന്നാണ് വിവരം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്നത് കൊണ്ട് തന്നെ നേതാക്കളെ പരമാവധി ഉൾക്കൊള്ളിക്കണമെന്ന KPCCയുടെ ആവശ്യം ഹൈക്കമാൻഡ് അംഗീകരിച്ചു കഴിഞ്ഞു. എന്നാൽ ഭാരവാഹികളാകുന്നതും ഒഴിവാക്കുന്നതും കൃത്യമായ മാനദണ്ഡം വേണമെന്ന് AICC കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാനദണ്ഡം തീരുമാനിക്കാനുള്ള അവകാശം കേരളത്തിലെ നേതാക്കൾക്ക് നൽകിയിട്ടുമുണ്ട്. ഭാരവാഹി പട്ടിക സമർപ്പിക്കുമ്പോൾ ഇക്കാര്യം ഹൈക്കമാൻഡ് പരിശോധിക്കും എന്നാണ് വിവരം. K. സുധാകരൻ പ്രസിഡന്റായിരിക്കെ 4 വൈസ് പ്രസിഡന്റുമാർ, 22 ജനറൽ സെക്രട്ടറിമാർ എന്ന നിലയിൽ ചുരുക്കിക്കൊണ്ടുവന്ന KPCC ടീം 150 പേരിലേക്ക് എത്താനാണ് സാധ്യത. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ KPCCക്ക് വെറും 77 സെക്രട്ടറിമാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരിൽ പാർട്ടി വിട്ടവരും മരിച്ചവരും നിർജീവമായവരും ഒക്കെയുണ്ട്. സുധാകരൻ പ്രസിഡന്റായപ്പോൾ ഇവരെ ഉൾപ്പെടുത്തിയിരുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നിയമസഭാ മണ്ഡലങ്ങളുടെ ചുമതല നൽകി ഇവരെ താൽക്കാലികമായി നിയമിച്ചിരുന്നു. ഇവരിൽ ഭൂരിപക്ഷവും തുടരും എന്നാണ് പറയുന്നത്. പുറമെ 10 മുതൽ 15 വരെ പുതിയ നേതാക്കളെ സെക്രട്ടറിമാരാക്കും. എന്നാൽ ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ ചെറിയ നിലയിലുള്ള പരിഷ്കാരത്തിന് സാധ്യതയുള്ളൂ എന്നും അറിയാൻ കഴിയുന്നുണ്ട്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് 10 പുതുമുഖങ്ങൾ എത്തും എന്നും പറയുന്നുണ്ട്. പുതിയ 3 or 4 വൈസ് പ്രസിഡന്റുമാരും ഉണ്ടാകും എന്നാണ് സൂചന. അടുത്ത ദിവസങ്ങളിൽ തന്നെ ചർച്ചകൾ പൂർത്തിയാക്കി ഭാരവാഹി പട്ടിക പുറത്തിറക്കും. മെയ് ആദ്യം സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ പുതിയ KPCC ടീം രൂപവൽക്കരിച്ചപ്പോൾ സാമുദായിക സമവാക്യം പാലിക്കാനായിരുന്നു പ്രധാന പരിഗണന നൽകിയത്. KPCC ഭാരവാഹികളെയും DCC പ്രസിഡന്റുമാരെയും തീരുമാനിക്കുന്നതിലും മെറിറ്റിന് മുകളിൽ ജാതി മത സമവാക്യത്തിന് പരിഗണന നൽകുവാൻ നീക്കം നടക്കുന്നതായിട്ടും ആരോപണം ഉയർന്നിട്ടുണ്ട്. കുറഞ്ഞത് 7 DCC പ്രസിഡന്റുമാരെങ്കിലും മാറ്റും എന്നാണ് ഇപ്പോഴത്തെ സൂചന. തൃശൂർ ഒഴികെയുള്ള മുഴുവൻ ജില്ലകളിലും മാറ്റം വേണമെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. അതേസമയം ഇതിനിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങൾ കണ്ടെത്തുവാനും പുതിയ വോട്ട് ചേർക്കുവാനും ശക്തമായി ഇറങ്ങാൻ കഴിഞ്ഞ ദിവസം KPCC ഭാരവാഹി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ DCC അധ്യക്ഷന്മാരെ മാറ്റാനാകുമോ എന്ന സംശയം ചില നേതാക്കൾക്കുണ്ട്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കവേ കൂടുതൽ ചുമതലകൾ ഉണ്ടാകുമെന്നും അതുകൊണ്ട് ഭാരവാഹികളുടെ എണ്ണം കൂട്ടണമെന്നുള്ള KPCCയുടെ ആവശ്യം അംഗീകരിക്കുകയായിരുന്നു. ചില പ്രത്യേക ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ യോഗ്യരായ ചിലർ പുറത്തു നിൽക്കുന്നുണ്ടെന്നും അവരെ പ്രയോജനപ്പെടുത്തണം എന്നുമാണ് നേതൃത്വത്തിന്റെ നിലപാട്. DCC പ്രസിഡന്റുമാരിലും മാറ്റം ഉറപ്പാണ്. എന്നാൽ സമീപകാലത്ത് മാത്രം തൃശൂരിൽ DCC പ്രസിഡന്റായ ജോസഫ് ടാജറ്റ് ഒഴികെയുള്ള 13 പേരെയും മാറ്റണോ അതോ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ നിലനിർത്തണോ എന്നതിൽ ധാരണയായിട്ടില്ല. നേതൃത്വത്തിൽ തന്നെ ഇക്കാര്യത്തിൽ 2 അഭിപ്രായമുണ്ട്. പ്രതിപക്ഷ നേതാവുമായും പ്രവർത്തക സമിതി അംഗങ്ങളുമായും ചർച്ചകൾ നടത്തും. KPCC DCC പട്ടികയ്ക്ക് ശേഷമേ DCC ഭാരവാഹി പട്ടികയിലെ അഴിച്ചുപണി ആലോചിക്കൂ.